ഈ ഭൂമി കിടുകിടാ വിറപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. ഈ ഭൂമിയിലെ പർവ്വതങ്ങൾ കിടുകിടാ പൊടിതമരാക്കി പൊട്ടിത്തകർക്കുക തന്നെ ചെയ്യും. وحملت الأرض والجبال فدكتا دكة واحدة فيومئذ وقعت الواقعة وانشقت السماء فهي يومئذ واهية. സൂറത്തു അൽ-ഹാഖയിലൂടെ റബ്ബ് ഭയപ്പെടുത്തേ നമ്മളെ. ലോകാവസാനത്തിന്റെ വിപ്ലവത്തിന് ഒറ്റ വാക്കിൽ അല്ലാഹു ഉത്തരം തരേ. ഫൈദാ നുഫിഖ ഫിസ്സൂർ, സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ ഊതുന്നതോടുകൂടി വാഹിദ, ഒരൊറ്റ തവണ ഊതുന്നതോടുകൂടി വഹുമിലത്തിൽ അർളു, ഈ ഭൂമിയെ അന്തരീക്ഷത്തിന്റെ ഒരു കോണിലേക്ക് നമ്മൾ ഉയർത്തുന്നു. വൽജിബാൽ, ഭൂമിയിലെ പർവ്വതങ്ങളെ അന്തരീക്ഷത്തിന്റെ മറുകോടിലേക്കും നമ്മൾ ഉയർത്തുന്നു. എന്നിട്ട് അവകളെ പരസ്പരം അതിവേഗതയിൽ സഞ്ചരിപ്പിക്കുന്നു. മുഖാമുഖം മുട്ടുന്ന തരത്തിൽ പരസ്പരം തുല്യതയില്ലാത്ത വേഗതയിൽ അവകളെ പരസ്പരം സമാനതകളില്ലാത്ത വേഗതയിൽ സഞ്ചരിപ്പിക്കുന്നു. എന്നിട്ട് അന്തരീക്ഷത്തിന്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കോണിലെത്തുമ്പോ അവകളെ തമ്മിലിടിപ്പിക്കുന്നു. അവകളെ ഉഗ്ര വിസ്ഫോടനാത്മക ശബ്ദത്തോടെ തമ്മിലിടിപ്പിച്ച് ചിതറിക്കുന്നു. അതോടുകൂടി സംഭവിക്കേണ്ടത് മുഴുവനും സംഭവിക്കും. റസൂലുള്ളാഹ്, ശരീരങ്ങൾ ചിന്നിച്ചിതറി തെറിക്കുന്നു. നിലവിളികൾ ഒന്നൊന്നായി അവസാനിക്കുന്നു. ഞരങ്ങലുകളും മൂളലുകളും പിടച്ചിലുകളും വേദനകളും കരച്ചിലുകളും അട്ടഹാസങ്ങളും എല്ലാം അവസാനിക്കുന്നു. ചേർ വെട്ടുകൊണ്ടിരിക്കുന്ന ശരീരഭാഗങ്ങളിൽ നിന്ന് ആത്മാവുകൾ ആത്മാവിന്റെ വിശ്രമ സങ്കേതങ്ങളിലേക്ക് പറപറക്കാം വെമ്പൽ കൊണ്ട് മത്സരിക്കുന്നു. അങ്ങനെ ഭൂമി മുഴുവനും ചരിത്രമാക്കി മാറ്റപ്പെടുന്ന അതേ നേരത്ത് തന്നെ ഈ ആകാശം ഉഗ്ര വിസ്ഫോടന ശബ്ദത്തോടെ പൊട്ടിപ്പിളരും നബിയേ. ഈ ആകാശവും ചരിത്രമായി മാറുന്നു. സൂറത്തു സമുറിലൂടെ ലോകാവസാനത്തിന്റെ വിപ്ലവത്തിന് അല്ലാഹു മഹിതമായ പരിസമാപ്തി കുറിക്കുകയാണ് സഹോദര. വനുഫിഖ ഫിസ്സൂർ ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർള് ഇല്ലാ മൻ ശാ അല്ലാഹ് ثم نفخ فيه أخرى فإذا هم قيام ينظرون. ഖുർആനിൽ ബയ്യന അല്ലാഹു അസ്സ വജൽ. ലോകാവസാനത്തിന്റെ വിപ്ലവമൊക്കെ ഉടനെങ്ങാനും ഉണ്ടാകുമെങ്കിൽ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അള്ളാഹു ഈ അടയാളങ്ങളൊക്കെ പെട്ടെന്ന് ആക്കാലോ, റബ്ബിന് കാലങ്ങളും ഒക്കെ ആക്കാലോ. എൻ്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെയൊക്കെ ഒരു ഫിത്തന വരുന്നതിന് മുമ്പ് ഈമാനോടെ അള്ളാഹ് നമ്മളെ സലാമത്താക്കുമാറാകട്ടെ. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചെറുപ്പക്കാർക്കൊന്നും അന്ന് ഈ വിപ്ലവമൊക്കെ ഒന്ന് കണ്ടാലോ, ചിലപ്പോൾ ഈ തിളപ്പിൻ്റെ പ്രായത്തിൽ അങ്ങനെയൊക്കെ തോന്നാലോ. ചിന്തിക്കണ്ട എൻ്റെ യുവമക്കളെ, ലോകത്ത് ഇത്രയും വൃത്തികെട്ട മനുഷ്യ മക്കൾ ജന്മം എടുത്തിട്ടുണ്ടാവൂല. അത്ര വൃത്തികെട്ടവരുടെ മുകളിൽ ഈ ആകാശം പൊട്ടി വീഴുക, ഈ ഭൂമി തകർന്നെറിയപ്പെടുക. നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ പിന്നെ അള്ളാഹ് വിളിക്കുന്നവർ അവസാനം വരെ വേണ്ടേന്നാ. അവരുണ്ടെങ്കിലല്ലേ ഭൂമി ഇങ്ങനെ നിലനിൽക്കൂ, അല്ലേ? തങ്ങളിപ്പോ ഉണ്ടത് കൊണ്ടല്ലേ ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടിയത്.
മിനൽ ജീനാനി നഈമാ ഗൈറ അന്നി ഉരീദു ഹാലി ആറാക. നെല്ലിക്കുന്നു പാപ്പയൊക്കെ അവർക്ക് അതൊക്കെ ഒരു ലഹരിയാ. പടച്ചവനെ, എന്റെ ഞാൻ വിഷയത്തിൽ നിന്ന് മാറുകയല്ല, സന്ദർഭോചിതമായി ഉണർത്തട്ടെ പ്രിയപ്പെട്ടവരെ. ഞാൻ ഒരു സുജൂദ് പോലും സ്വർഗം മോഹിച്ചിട്ട് ചെയ്തിട്ടില്ല റബ്ബേ. പാതിരാവിന്റെ ഇരുള പുതച്ചുകൊണ്ട് സമകാലിക ലോകം സുഖകരമായി ഉറങ്ങുന്ന, സ്വപ്നം കാണുന്ന ആനന്ദത്തിന്റെ പാതിരാത്രി പോലും, തണുപ്പ് പെയ്തുറങ്ങുന്ന നേരത്ത് പോലും വിറങ്ങലിച്ചുകൊണ്ട് തണുത്ത വെള്ളത്തിൽ വുളുവെടുത്തുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ആരും അറിയാതെ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ നിസ്കാരം നിന്റെ സ്വർഗം മോഹിച്ചിട്ടാണെങ്കിൽ എന്റെ നിസ്കാരം സ്വീകരിക്കരുതേ അല്ലാ. പരദാഹം കൊണ്ട് തൊണ്ട പൊട്ടുന്ന പകലിന്റെ ഉച്ചനേരത്ത് പോലും നിനക്ക് വേണ്ടി നോമ്പെടുത്ത് ഞാൻ സഹിച്ച് കടന്നുകൂടിയിട്ടുണ്ട്. ആ നോമ്പ് കൊണ്ട് ഞാൻ ലക്ഷ്യം വെച്ചത് നിന്റെ സ്വർഗത്തിന്റെ വെണ്ണക്കൊട്ടാരമാണെങ്കിൽ എന്റെ നോമ്പ് സ്വീകരിക്കരുതേ അല്ലാ. ലോകമറിയാതെ ഞാൻ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. എന്റെ കൂടെ ജീവിച്ച ഭാര്യ പോലും അറിയാതെ ആ നന്മകൾ കൊണ്ട് നിന്റെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ ഹൈമകളെങ്ങാനോ, സ്വർഗത്തിന്റെ സർപ്പ സൗന്ദര്യ തിടമ്പുകളാകുന്ന ഹൂർലീങ്ങളെങ്ങാനും എന്റെ മനസ്സിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ദാനധർമ്മങ്ങളെ സ്വീകരിക്കരുതേ അല്ലാ. പടച്ചവനെ, എന്റെ നിസ്കാരത്തിൽ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല, എന്റെ നോമ്പിൽ അങ്ങനെ ചിന്ത വന്നിട്ടില്ല, എന്റെ ഇബാദത്തുകളിൽ അങ്ങനെ ഒരു ലക്ഷ്യമില്ല. എന്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, ലികൈ അറാക. നീയാണ് എന്റെ ലഹരി, നീയാണ് എന്റെ ലഹരി. നിന്നെ തരണേ പടച്ചവനെ, നീ അകലരുതേ റബ്ബേ, നീ പിണങ്ങരുതേ റബ്ബേ. അങ്ങനെ ജീവിച്ച ഒരു ലഹരി ആസ്വദിച്ച മഹാൻ അള്ളാഹു ആ മഹാന്റെ ഹക്ക് കൊണ്ട് നമുക്കും ആ ലഹരി നുണയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ അവരൊക്കെ ഉണ്ടാകുമ്പോ എങ്ങനെ ഈ ഭൂമി തകരുക എന്ന് അല്ലെ? അവസാനവും അങ്ങനെ അള്ളാന്ന് വിളിക്കാൻ ആളുണ്ട ഈ ഭൂമി തകരൂലല്ലോ. അതിന് അള്ളാഹു ലോകം അവസാനിക്കുന്നതിന് മുമ്പായി അപ്പോഴും അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും. പക്ഷെ അവരെ തീർക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു യമൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നിട്ട് ഒരു കാറ്റിനെ പുറപ്പെടുവിക്കും. ആ കാറ്റിങ്ങനെ ഭൂമി വ്യാപകമായി വിശ്വാസികൾ എവിടെ ഉണ്ടോ അവരൊക്കെ തഴുകിപ്പോകും. ആ തഴുകലേറ്റുകൊണ്ട് അള്ളാന്ന് അല്പമെങ്കിലും മനസ്സിനകത്ത് ഈമാൻ വെച്ച് ജീവിച്ചവരാരൊക്കെ ഉണ്ടോ അവരൊക്കെ ആ തഴുകലിലൂടെ മരിക്കും. അവർ മരിക്കുന്നതോടുകൂടി ഭൂമി അക്ഷരാർത്ഥത്തിൽ ചാലായി മാറി, അഴുക്കായി മാറി, ശാപമായി മാറി. പിന്നെ അതിന് നിലനിൽക്കാൻ ഒരു യോഗ്യതയില്ലേ. അങ്ങനെ അല്ല തകർക്കേ എൻ്റെ പ്രിയപ്പെട്ടവരെ. എന്തോ ആവട്ടെ, അള്ളാഹു അങ്ങനെയൊക്കെ ഫിത്ന എത്തുന്നതിന് മുമ്പ് ഈമാനോടെ നമ്മളെ മരിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അവസാനം വരെ റബ്ബിന് വേണ്ടി കഴിഞ്ഞുകൂടാനുള്ള ഭാഗ്യവും അള്ളാഹു നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം അവസാനിച്ചു അല്ലേ? ഇനി എന്നാ രണ്ടാമത്തെ ഒരു ഊതലുണ്ടാവുക? ഇല്ലാ ഇൻഷാ അല്ലാഹ്. ഏറ്റവും അവസാനം 4 പേരെ അല്ലാഹ് മരിപ്പിക്കും. ഏറ്റവും അവസാനം 4 പേരെ മരിപ്പിക്കും. ബാക്കി എല്ലാം അവസാനിച്ച് ഇതെല്ലാം പൊടിതമരാക്കി നാമാവേശാക്കിയിട്ട് അവസാനം 4 പേരെ മരിപ്പിക്കും. ഏതാ ഈ 4 പേര്? അവരെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോരുത്തരുടെ പേരിലും മഹത്വം പറയാം. കാരണം അവരുടെയൊക്കെ സാമീപ്യം ഉണ്ടാവട്ടെ, സാന്നിധ്യം ഉണ്ടാവട്ടെ. സയ്യിദുനാ ജിബ്രീൽ, മീകാഈൽ, ഇസ്രാഫീൽ, അസ്റായീൽ അലൈഹിമുസ്സലാത്തു വസ്സലാം. ഈ 4 പേരെ അള്ളാഹു ഏറ്റവും അവസാനം മരിപ്പിക്കും. അവരും മരിച്ചു. മരണം എന്ന പ്രക്രിയ കൂടി അള്ളാഹ് ഇല്ലാണ്ടാക്കി. ഇനി അള്ളാഹ് മാത്രം ബാക്കി. എത്ര കാലം ഉണ്ടാവും എന്നറിയോ? ഇത് ലോകം അവസാനിച്ച് കഴിഞ്ഞു. ഇനി ഒരു 3-ാം പാത്തിയുടെ അന്ന്, അല്ലെങ്കിൽ 7-ന്റെ അന്ന്, അല്ലെങ്കിൽ 11-ന്റെ അന്ന്, അല്ലെങ്കിൽ 40-ന്റെ അന്ന് ഇസ്രാഫീലിനെ വിളിച്ച് രണ്ടാമത് സൂറന്റെ കാഹളത്തിൽ ഊതാൻ പറയല്ല റബ്ബ്. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ലോകം എന്നാ അവസാനിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ എന്നാ മഹ്ശറേ നമുക്ക് കിട്ടും. ഏകദേശം വിവരം കിട്ടും. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകം അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ 40 വർഷം ഉണ്ടാവും. ഈ 40 വർഷം അല്ലാഹ് അല്ലാതെ ലോകത്ത് മറ്റൊന്നുമില്ല. എന്താ ആ സമയത്ത് അള്ളാടെ പണി നമുക്കറിയില്ല. ആ സമയത്ത് അള്ളാടെ ചോദ്യമൊക്കെ ലിമനിൽ മുൽക്കിൽ യൗം. ആർക്കടാ? അതാ ഇലാഹിന്റെ ചോദ്യം, ഇലാഹിന്റെ അവകാശം അവിടെയാണത്. ലിമനിൽ യോഗ്യത, ലിമനിൽ മുൽക്കിൽ യൗം. ഇന്നത്തെ ദിവസത്തിന്റെ അധികാരം ആർക്കടാ? അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ചുകൊണ്ട് അഹങ്കാരം നടത്തിയവരും എൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്തവരും എവിടെടാ? മറുപടി പറയാൻ ആരുമില്ല. ഒരു യോഗ്യത, അതിന് യോഗ്യരായിട്ട് ആരുമില്ല ലോകത്ത്.
അതുകൊണ്ട് അള്ളാഹ് തന്നെ അതിന് മറുപടിയും പറയും, ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ. അള്ളാഹ്ക്കേ കഴിയൂ എൻ്റെ പ്രിയപ്പെട്ട. ഈ 40 വർഷം നമുക്കെന്താ പണി? കിടക്കുന്നുണ്ട് കബറാളികൾ തന്നെയല്ലേ ഖബർസ്ഥാൻ. അള്ളാഹു ഇവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, മർഹമത്ത് നൽകുമാറാകട്ടെ. ഈ ദിവസവും കഴിഞ്ഞ ദിവസങ്ങളിലും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നതും ഇഖ്ലാസോടെ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ റബ്ബ് സ്വീകരിച്ച് അതിൻ്റെ സവാബിനെ അള്ളാഹു ഈ പാവങ്ങളുടെ മണ്ണറകളിലേക്ക് എത്തിച്ച് അവരുടെ മണ്ണറകളെ അള്ളാഹു സ്വർഗീയ മണിയറകളാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഓർക്കണ്ടേ പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി ദുആ ചെയ്യണ്ടേ പാവങ്ങൾ. ഇപ്പൊ രക്ഷയും ശിക്ഷയൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. നിസ്കാരം ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ കള്ളാക്കുന്ന എൻ്റെ യുവമക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ. ഞാൻ അനുഭവം കുറിക്കല്ലേ, എന്തായാലും സന്ദർഭോചിതമായി പറയാൻ വിചാരിച്ചല്ല, എന്നാലും അങ്ങ് പറഞ്ഞു പോയ ഖബറിൻ്റെ വിഷയം വന്നപ്പോൾ എൻ്റെ മഹ്ശറിലേക്ക് എത്തും ഇൻഷാ അല്ലാഹ്. ഉള്ള സമയത്ത് നമുക്ക് അവിടെ എത്തിയിട്ട് അവസാനിപ്പിക്കാല്ലാതെ തരയില്ല. അവിടെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഖബറിൻ്റെ ഉള്ളിലെ ശിക്ഷകളും പാമ്പുകളും. യഹ്യായിലൂടെ ഗസാലി ഇമാമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. 99 തലകൾ, 99 പാമ്പുകൾ. അതിൽ ഒരു പാമ്പിന് തന്നെ 9 തല ഉണ്ടാവുന്ന, അതിൽ ഒരു തല ഉണ്ടെങ്ങാനും ഭൂമിയിൽ ഒന്ന് ഊതിക്കഴിഞ്ഞാൽ 9 തലയിൽ നിന്ന് തംഫുഖു ഫിൽ അർളി, ഒരൊറ്റ തല കൊണ്ട് ഭൂമിയിൽ ഊതിക്കഴിഞ്ഞാൽ പിന്നെ 50 ഒരൊറ്റ വസ്തുവും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഭൂമിയിലെ പച്ചപ്പുകളൊക്കെ കരിഞ്ഞുടങ്ങും. അത്ര വലിയ ഭീകരമായ പിന്നെ വിഷമാണ് അതിൻ്റെ ഉള്ളിൽ. അങ്ങനത്തെ ഒരു തല, 9 തലയുള്ള ഒരു പാമ്പ്, അങ്ങനത്തെ 99 പാമ്പിനെ ഖബറിൽ അധികാരം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തോ ആവട്ടെ, ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ശിക്ഷയൊന്നുമില്ല, ഖബറിൽ ഒന്നുമില്ല. കാരണം ശിക്ഷിക്കാൻ മലക്കുകൾ വേണ്ടേ, അവരൊക്കെ ഭരിച്ചില്ലേ? ഒന്നുമില്ല. തിന്നാനും കുത്താനും നോവിക്കാനും ഇഴജന്തുക്കൾ വേണ്ടേ? ഒന്നുമില്ലല്ലോ. എല്ലാം അള്ളാഹ് അവസാനിപ്പിച്ചു. അള്ളാഹ് അല്ലാത്ത ഒന്നുമില്ല. അപ്പൊ ഈ 40 വർഷം ഖബറിൽ നമുക്ക് എന്താ പണി? ഉറക്കം തന്നെ, സുഖമായി ഉറക്കം. പക്ഷേ ഇപ്പൊ അതല്ല. ഇതിനപ്പുറം വേറെ പറയാറില്ല പ്രിയപ്പെട്ടവരെ. ഖബറ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയം, ഏറ്റവും വലിയ പേടി ഖബറിലേക്ക് വെക്കപ്പെടുന്ന ദിവസം. അലറി കരയും ഖബറാളി അതിനകത്ത് കിടന്ന ഇരുള് കാണുമ്പോ. فدار ما لها من باب ولا عوض إلى الأحباب وما فيها من الأصحاب سوى الخيرات والإحسان فأين الأم والجندات وأين الأخ والأخوات وأين الزوج والزوجات وأين الغل والغلمان. ഇത് രസിക്കേണ്ട ബൈത്തല്ല സഹോദരാ. അല്ലാഹുവിന്റെ മുത്തുനബിയുടെ ഹദീസുകളെ കവിതാ ശകലങ്ങളാക്കി മഹാരഥന്മാര് നമ്മെ പഠിപ്പിച്ചതാ. ഖബറിന്റെ ഉള്ളറയിലെ നിലവിളിയാടുമ്മ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മസ്റയിലേക്ക് കടക്കുന്നത് മുമ്പ് നിന്റെ വെള്ള പുതയ്ക്കപ്പെട്ട നിർജീവമായ വടി പോലത്തെ തണുത്തുറഞ്ഞ ശരീരമില്ലേ? ഈ ശരീരത്തെ കൊണ്ടുവന്നുകൊണ്ട് ഈ പള്ളിയുടെ ഉള്ളറയിൽ വെച്ച് മയ്യത്ത് നിസ്കരിച്ചതിന് ശേഷം ഈ വിശാലമായ ഖബർസ്ഥാന എവിടെയെങ്കിലും നിനക്ക് നിശ്ചയിക്കപ്പെട്ട കുടിമാടത്തിന്റെ ഉള്ളറയിലേക്ക് നിന്നെ കുടിച്ചു മൂടിക്കഴിഞ്ഞാൽ ആ ഖബറിന്റെ ഉള്ളറയിൽ ഒറ്റയ്ക്ക് കിടന്ന് നീ നിലവിളിക്കുന്ന നിലവിളിയാ. ഫൈനൽ ഉമ്മു വൽ ജന്ദാത്ത് وأين الأخ والأخوات وأين الزوج والزوجات وأين الغل والغلمان. ഇതെന്തൊരു ഇരുളാണല്ലാ, ഇതെന്തൊരു ഇരുളാണല്ലാ, ഇതെന്തൊരു ഏകാന്തതയാണല്ലാ. ഞാൻ അറിഞ്ഞതിനേക്കാൾ എത്രയോ ഭീകരമാണ്. ഒരു നിമിഷം ഇതിനകത്ത് കഴിയാൻ എനിക്ക് കഴിയുന്നില്ല റബ്ബേ. എന്റെ ഉമ്മ എവിടെ? എന്റെ ബാപ്പ എവിടെ?
എന്റെ മക്കൾ എവിടെ? എന്റെ സഹോദരൻ എവിടെ? ഇന്നലെ വരെ പേടിക്കണ്ട പെണ്ണേ, ഏതറ്റം വരെയും നിനക്ക് സമാധാനം തന്ന് ഞാൻ ഉണ്ടാകുമെന്ന് തല പിടിച്ചുകൊണ്ട് തോളത്തേക്ക് ചേർത്ത് പിടിച്ച് തലോടിക്കൊണ്ട് എനിക്ക് സമാധാനം തന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എവിടെ? അല്ലാ, എന്റെ വിളി അവരാരും കേൾക്കുന്നില്ലല്ലോ. അല്ലാ, ഞാൻ മരിക്കാൻ എന്റെ കുടുംബം കാത്തിരുന്നു, ഞാൻ മരിക്കാൻ എന്റെ ഭർത്താവ് കാത്തിരുന്നു, ഞാൻ മരിക്കാൻ എന്റെ മക്കള് കാത്തിരുന്നു, ഞാൻ മരിക്കാൻ എന്റെ ഭാര്യ കാത്തിരുന്നു, ഞാൻ മരിക്കാൻ എന്റെ കൂട്ടുകാരെ കാത്തിരുന്നു. ഈ പ്രേത ശരീരങ്ങൾക്ക് നടുത്തളത്തിൽ അവരെന്നെ തനിച്ചാക്കി കുഴിച്ചിട്ട് കളഞ്ഞല്ലോ. അല്ലാ, ഒന്ന് ചെന്ന് ചേരാനോ, അവരെ വിളി കേൾക്കാനോ, അവരുടെ ഒരു സമാധാനത്തിന്റെ ധൈര്യം കിട്ടാനോ ഒരു വഴിയുമില്ലല്ലോ. അല്ലാ, ഖബറിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ദിവസം ഖബറിന്റെ ഇരുള് കണ്ടുകൊണ്ട് ഖബറാളി നിലവിളിക്കുമെന്ന് അബൂ റബിയല്ല പഠിപ്പിക്കുന്നതും, അബൂ റബിയല്ല പഠിപ്പിക്കുന്നത് സഹോദരാ. അതുകൊണ്ട് ചിന്തിച്ചെടുത്തു, വിചാരിക്കുന്ന കേവലമല്ല ഖബറ്, എല്ലാരും മരിക്കുമല്ലോ, അതുപോലെ ഞാനും മരിക്കുമല്ലോ. ഒരു പ്രഹസനമാക്കി കരുതണ്ട പൊന്നുമോനെ. നിനക്ക് ആത്മാവിന്റെ ചെവിയുണ്ടെങ്കിൽ, നിന്റെ ആത്മാവിന്റെ ചെവിക്ക് കേൾക്കാനുള്ള ത്രാണിയുണ്ടെങ്കിൽ ഈ ആത്മാവുകളോട് ചോദിച്ചു നോക്ക്, മണ്ണറകളിൽ അവരെന്തൊക്കെയാ അനുഭവിക്കുന്നതെന്ന്, എന്തൊക്കെയാണ് അവർ രുചിപ്പിക്കപ്പെടുന്നതെന്ന്, എന്തൊക്കെയാണ് അവരുടെ ആത്മാവിന്റെ മറയില്ലാത്ത കണ്ണിലൂടെ കാണുന്നതെന്ന് നീ ചോദിക്ക് പൊന്നുമോനെ. ചങ്ക് പൊട്ടി വീഴും നീ ഇവിടെ, ഭ്രാന്ത് പിടിച്ചു പോകും പേടിച്ചരുണ്ടെങ്കിൽ. ഒരു ഖബറ് വരാറുണ്ടെന്നുള്ള സത്യം മറക്കണ്ട. അമാ വല്ലാഹി ലൗ അലിമൽ അനാമോ ലിമാ ഖുലിഖൂ ലമാ ഗഫലൂ വനാമൂ മമാതുൻ സുമ്മ ഖബറുൻ സുമ്മ ഹസ്റൂ വതൗബീഖു വഅഹ്വാലുൻ ഇളാമൂ. അല്ലാഹു നമ്മുടെ ഖബറുകൾക്കൊക്കെ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നെല്ലിക്കുന്ന് ഉപ്പാപ്പാടെ കൂട്ടും ശഫാഅത്തും സഹായവും അല്ലാഹു അവർക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറുകൾ വെളിച്ചമാകുന്ന നല്ല അമലാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം അധികമില്ല. അങ്ങനെ ഇപ്പൊ രക്ഷ ശിക്ഷയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ 40 വർഷം ഇതൊന്നുമില്ല. സുഖമായ ഉറക്കം, ഉറക്കം തന്നെ ഉറക്കം. ഉറക്കത്തിന്റെ ഒരു അവസ്ഥയാ. ഇടയ്ക്ക് ഉണരൂല, ഭയപ്പെടുന്ന സ്വപ്നം കാണൂല, പെടയൂല, ഒന്നുമില്ല, ഒരു ശബ്ദവും ഇല്ലാത്ത സുഖമായ ഉറക്കം. എത്ര നാളാ? 40 വർഷം. ഉണ്ടല്ലേ വലിയ മഹത്തുക്കളും സൂഫിയാക്കളൊക്കെ പറയുന്നത്, ഖബറിൽ ഉറങ്ങാൻ സമയമുണ്ട്, ഇവിടെ എനിക്ക് ഉറങ്ങണ്ട, ഇവിടെ എനിക്ക് ദീനിന് വേണ്ടി ജീവിക്കണം, അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കണം, എനിക്ക് അള്ളാഹയെ അറിയണം, എനിക്ക് ഇവിടെ വിശ്രമം വേണ്ട, എനിക്ക് ഖബറിൽ എന്ത് വിരിപ്പ് കിട്ടുമോ അത് മതി ഇവിടെ. അല്ലേ? ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ പോലുള്ളവർ ഖബറിൽ എനിക്ക് വിരിപ്പില്ല, ഇവിടെ ഭൂമിയിൽ എനിക്ക് വിരിപ്പ് വേണ്ട. ഖബറിൽ എനിക്ക് അലങ്കാരങ്ങളില്ല, ഭൂമിയിൽ എനിക്ക് അലങ്കാരങ്ങൾ വേണ്ട. ഭൂമിയിൽ ഖബറിൽ ഞാൻ ഒറ്റയ്ക്ക്, ഇവിടെ എനിക്ക് ഒറ്റയ്ക്ക് മതി. കാരണം എനിക്ക് അവിടെ കഴിയണം. പിന്നെ ഉറക്കവും വിശ്രമവും സുഖവും അത് ഖബറിൽ മതി. എനിക്ക് അവിടെ അവസരമുണ്ട്. 40 വർഷം കിടക്കല്ലേ ഉറങ്ങാൻ. എനിക്കും ഉറങ്ങാൻ, നിങ്ങൾക്കും ഉറങ്ങാൻ പ്രിയപ്പെട്ടവരെ. പക്ഷേ അതിന് മുമ്പ് എന്താണാവോ അള്ളാഹു ഖബറൊക്കെ വിശാലാക്കി തരുമാറാകട്ടെ. ഈ 40 വർഷം കഴിയുമ്പോൾ ഏറ്റവും അവസാനം മരിപ്പിച്ച 4 മലക്കുകളെ അള്ളാഹു ആദ്യം ജീവിപ്പിക്കും. നേരത്തെ പറഞ്ഞ സയ്യിദുനാ ജിബ്രീൽ, സയ്യിദുനാ മീകായിൽ, സയ്യിദുനാ ഇസ്റാഫീൽ, സയ്യിദുനാ അസ്റായീൽ. അള്ളാഹു അവരുടെ സാമീപ്യമുള്ള മജ്ലിസാക്കുമാറാകട്ടെ. ഇവരെ ജീവിപ്പിക്കും. എന്നിട്ട് ബുറാഖ് ഉണ്ടല്ലോ, നമ്മൾ കേട്ടിട്ടുള്ള ബുറാഖ്, മേറാജിന്റെ അന്ന് നബിത്തങ്ങൾ പോയ ബുറാഖ്, ആ ബുറാഖിനെയും അള്ളാഹു തആല പുനർജീവിപ്പിക്കും. എന്നിട്ട് ലിവാ ഉൽ ഹംദ് എന്ന പതാക ജിബ്രീലിന്റെ കൈ കൊടുക്കും. എല്ലാ പ്രവാചകന്മാർക്കും അന്ന് അവിടെ പതാക ഉണ്ടാവും. ഈ പതാക കൈ കൊടുക്കും. അങ്ങനെ പതാകയും കൈ കൊടുത്തിട്ട് രാജകിരീടം, താജുൽ അത്ഖിയ എന്ന കിരീടവും നൽകിയിട്ട് നേരെ പറഞ്ഞു വിടും. എവിടെ? ഇലാ ഹളറത്തി റസൂലില്ലാഹി. നബിയുടെ പവർ അറിയുന്നത് അപ്പോഴാ. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി. ഈ മജ്ലിസും ഈ പറച്ചിലും ആവേശമുള്ള സ്വലാത്തുമൊക്കെ അള്ളാഹു പുണ്യ റൗളയിലെ മുത്ത് റൂഹിയായ പിതാവിൻ്റെ ഹളറത്തിൽ അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവിടെ നിന്ന് കണ്ട് സന്തോഷിക്കുന്ന നല്ല അമലാക്കുമാറാകട്ടെ.
അവിടെ ചെല്ലും, നബിയെ വിളിക്കാൻ പറയും. റൗളയിൽ നിന്ന് മുത്ത് റസൂലുള്ളാഹിനെ വിളിക്കും. നബി തങ്ങൾ എഴുന്നേക്കും, ഈ കിരീടമണിക്കും, ലിവാ ഉൽ ഹംദ് എന്ന പതാക നൽകും, ബുറാക്കിന്റെ പുറത്ത് കയറാൻ പറയും. പക്ഷെ ബുറാക്ക് സമ്മതിക്കൂല. ബുറാക്കിനെ അറിയില്ല ഇത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബുറാക്ക് പറയും, എൻ്റെ മുകളിൽ ഇന്നത്തെ ദിവസം ആരും കയറാൻ പാടില്ല. ആകെ ഇന്നത്തെ ദിവസം ആരെങ്കിലും എൻ്റെ മുതുകത്ത് കയറണമെങ്കിൽ അത് മുത്ത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, തങ്ങളല്ലാതെ വേറെ ആരും കയറാൻ പാടില്ല. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം പറയും, മിണ്ടരുത് ഇവിടെ, ശബ്ദം ഉയർത്തരുത് ഇവിടെ. ഖുർആന്റെ കൽപ്പനയല്ലേ, മുത്ത് റസൂലുള്ളാഹിയുടെ മുമ്പിലാ നീ നിൽക്കുന്നത്, ശബ്ദം ഉയർത്തരുത്. ഇത് പറയുമ്പോൾ തന്നെ ബുറാക്ക് കരയും. എന്നിട്ട് നബിയോട് പറയും, നബിയെ മഹ്ശറിലെ തിരുമുറ്റത്തേക്കായി വിളിക്കുന്നത്, അതുകൊണ്ട് അവിടെ നിന്ന് എന്നെ അള്ളാഹുടെ മുമ്പിൽ നിന്ന് സലാമത്താക്കുമെന്ന് ഒരു ഉറപ്പ് തരണം, അങ്ങക്ക് അതിന് കഴിയും. മുത്തുനബി ഉറപ്പ് കൊടുക്കും. മുത്തുനബി അതിന്റെ മുകളിൽ കയറ്റും. ഇന്നത്തെ ബൈത്തുൽ മുഖദ്ദസിന്റെ ഓരത്തുണ്ടൽ ജെറൂസലേം, അതിന്റെ ഓരത്തുള്ള ഖുബ്ബത്തു സഹ്റായിന്റെ സമീപത്തെ നബി തങ്ങളെ ആദരിച്ചു നിർത്തും. അവിടെ ഇരുത്തും. നബി തങ്ങൾക്ക് പാദസേവം ചെയ്ത് ഖാദിമായി സയ്യിദുനാ ജിബ്രീൽ. എന്നിട്ടാ ഇസ്രാഫീലിനോട് പറയുക, രണ്ടാമത് സൂറന്ന കാഹളത്തിൽ ഊതാൻ. നെല്ലിക്കുന്നുകാരൊക്കെ ഉറക്കത്തിലാപ്പഴേ, അബൂറബി ഉറക്കത്തിലാപ്പഴേ. സൂറന്ന കാഹളത്തിൽ രണ്ടാമത് ഊതുന്നതോടുകൂടി ഏത് കുടിമാടത്തിൽ നമ്മുടെ ശരീരങ്ങളുടെ ഭൗതിക ജഡങ്ങൾ അലിഞ്ഞളിഞ്ഞു ചേർന്നുവോ ആ ശരീരങ്ങളൊക്കെയും ഖബറിൽ പുനരാവിഷ്കരിക്കപ്പെടും. ഒരു പോറല് പോലും ഇല്ലാതെ, ഒരു രോമത്തിന് പോലും കേടില്ലാതെ ഈ ശരീരം ഈ ഖബറിന്റെ ഉള്ളറയിൽ പഴയതുപോലെ എത്തും, സൃഷ്ടിക്കും. ഈ റൂഹിനെ, എൻ്റെ റൂഹിനെ എൻ്റെ ശരീരത്തിൽ എത്തിക്കും. നിങ്ങൾ ഓരോരുത്തരുടെയും റൂഹങ്ങളെ ശരീരത്തിലും കയറും. അങ്ങനെ കയറി കഴിഞ്ഞ ഉടനെ ചാടി എഴുന്നേറ്റ് പൊട്ടിക്കരഞ്ഞ് പടച്ചോന്റെ മഹ്ശറിലേക്ക് പോവേണല്ലോ അല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടല്ല വരിക. പിന്നെ എങ്ങനെ വരിക? അല്ലാഹുവിന്റെ ഖുർആൻ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ هذا ما وعد الرحمن وصدق المرسلون. ഒരൽപ്പനേരം എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ഖബറുകളിൽ നിന്ന് എഴുന്നേൽക്കുന്നതോടുകൂടി നമ്മളൊക്കെ പുലമ്പാൻ തുടങ്ങും. ഖാലൂ, അവര് പറയും, നബിയെ, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. ഇതൊരു നല്ല ഉറക്കമായിരുന്നു. 40 വർഷത്തെ ഉറക്കല്ലേ, നല്ല സുഖമുള്ള ഉറക്കം. ഈ ഉറക്കിന്റെ ആലസ്യത്തിൽ നിന്ന് ഉണരുമ്പോ കാക്കാടെ വിചാരം വീട്ടിൽ കിടക്കണമെന്ന, ഇല്ലെങ്കിൽ ഈ വാക്ക് പറയോ? ഉമ്മയുടെ വിചാരം വീട്ടിൽ കിടക്കണമെന്ന, ഇല്ലെങ്കിൽ ഈ വാക്ക് പറയില്ല. മഹ്ശറയാണെന്ന് ബോധമുള്ള ഒരാള്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിചാരത്തിൽ കിടന്ന് പറയും, ഛേ നല്ല സുഖമുള്ള ഉറക്കായിരുന്നു, ആരാടാ ഈ ഉറക്കിൽ നിന്ന് എന്നെ വിളിച്ചുണർത്തിയത്? ഈ സമയത്ത് ഈമാനോടെ മരിച്ച ഉൾവിളിയുള്ള മുത്തഖീങ്ങൾ തിരിച്ചു പറയും, പൊന്നുമോനെ, നമ്മളെ തങ്ങളുപ്പാപ്പയെ പോലുള്ള വലിയ മഹത്തുക്കൾ നമ്മളോട് പറയും, ഒന്ന് ചിന്തിച്ചു നോക്ക്, നീ എവിടാ കിടക്കുന്നതെന്നറിയുമോ? നെല്ലിക്കുന്നില് നിന്റെ വീട്ടിലല്ല, അല്ലാഹുവിന്റെ ഖബറിന്റെ ഉള്ളറയിലാണ്. ഒരു മരണം നിന്നെ സമീപിച്ചിരുന്നോ? ഖബർ, ബോധം വീടും. പ്രിയപ്പെട്ടവരെ, അല്ലാ, ഞാൻ ഖബറിലാണെന്ന ബോധമറിയുന്നതോടുകൂടി ഖബറിൽ നിന്ന് രണ്ടാമതൊരു ജീവൻ എനിക്ക് തന്ന മഹ്ശറിലേക്ക് കൊണ്ടുപോവുകയാണോ എന്ന വിവരമറിയുന്നതോടുകൂടി എന്റെ നെല്ലിക്കുന്നിലെ ഉമ്മ ചങ്ക് പൊട്ടുമേ. ഉമ്മ, എന്റെ പ്രിയപ്പെട്ട സഹോദര, ആ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നതോടുകൂടി, അയവിറക്കുന്നതോടുകൂടി നിന്റെ കണ്ണിൽ നിന്ന് ഭയത്തിന്റെ ചോര പൊട്ടും സഹോദര. ഖബറിൽ നിന്ന് പേടിച്ചരണ്ടുകൊണ്ട് എഴുന്നേക്കുന്നു. എവിടെയെങ്കിലും ഒന്ന് ഒളിച്ചു കളഞ്ഞാലോ? എന്റെ യുവാവേ, അവിടെയും നീ ചിന്തിക്കും. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, പക്ഷേ ഒളിച്ചു കളയാമെന്ന നിന്റെ മോഹത്തെ അല്ലാഹു തആല ഇപ്പോഴേ നുള്ളിയെടുക്കുകയാണ്. കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. നെല്ലിക്കുന്നിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹു ജീവൻ തരണമെങ്കിൽ, നെല്ലിക്കുന്നിലെ ഏതെങ്കിലും ഒരു ഖബർ അല്ലാഹു തുറക്കണമെങ്കിൽ 2 മലക്കുകളുടെ സാമീപ്യം അവിടെ വേണം. പ്രിയപ്പെട്ടവരെ, 2 മലക്കുകളുടെ സാന്നിധ്യമില്ലാതെ ഒരു ഖബറും അല്ലാഹു തുറക്കൂല. ഉമ്മ, ഒരു ഖബറും അല്ലാഹു തുറക്കൂല. സഹോദരാ, ഏതാണ് ഈ 2 മലക്കെന്നറിയുമോ?
ഒരു മലക്ക് നിന്നെ റബ്ബിന്റെ സമക്ഷത്തിലേക്ക് കൊണ്ടുപോകാനുള്ള മലക്കാ സായിഖ്. നിന്നെ വഴിതെളിച്ച് റബ്ബിന്റെ ഹിസാബിന്റെ ലോകത്തേക്ക് സാഹിറ എന്ന ആ സ്ഥലത്തിനുള്ള പേരിട്ടിരിക്കുന്നത്. ആ സാഹിറയിലേക്ക് നിന്നെ കൊണ്ടുപോകാനാ ഒരു മലക്ക്. ആ മലക്കിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് എവിടെയും നിനക്ക് ഒളിക്കാൻ മാർഗമില്ല. രണ്ടാമത്തെ മലക്ക് വശഹീദ്, നിന്റെ ജീവിതത്തിന്റെ പ്രവർത്തികൾക്ക് മുഴുവനും സാക്ഷിയായി രണ്ടാമത്തൊരു മലക്കും നിന്റെ കൂടെ ഉണ്ടാകും. ആ മലക്കിന്റെ സമീപമില്ലാതെ ഇവിടുത്തെ ഒരു കബറുമല്ല തുറക്കൂല സഹോദരാ. എല്ലാവരും എഴുന്നേറ്റു. ഒരേ നിലവിളിയാണ്, എവിടെയും ഭയമാണ്, എവിടെയും കണ്ണീരാണ്. നിലവിളിച്ചു കൊണ്ടോടുന്നു. മലക്കുകൾ 4 ഭാഗങ്ങളിൽ നിന്ന് നിയന്ത്രിക്കുന്നു. ചാട്ടവാറുകൊണ്ട് അക്രമികളെ അടിക്കുന്നു. അല്ലാ, ആ നേരത്ത് പോലും വഷറ മുഴുവനും ദുർഗന്ധമായി മാറുന്ന തരത്തിൽ വല്ലാത്ത ദുർഗന്ധം വമിക്കുന്നു. മോമിനീങ്ങളൊക്കെയും ആ ദുർഗന്ധത്തിൽ നിന്ന് റബ്ബിനോട് രക്ഷ തേടുന്നു. എവിടെ നിന്നാണ് ദുർഗന്ധമെന്നറിയുമോ? 5 രൂപയ്ക്കും 10 രൂപയ്ക്കും ശരീരത്തിന്റെ മാംസം വിൽക്കുന്ന വേശ്യപ്പെണ്ണുങ്ങളില്ലേ, അവരെ ശരീരങ്ങളോട് വൈകാരികമായി തോന്നുന്ന അഭിരമത്തിന്റെ പേരിൽ ചെയ്തു കൂട്ടുന്ന വിക്രമങ്ങളില്ലേ, വ്യഭിചാരമാകുന്ന അതിക്രമമില്ലേ, ആ വ്യഭിചാരം പ്രവർത്തിച്ചവരാരോ, തൗബ ചെയ്യാതെ മരിച്ചവരാരോ, അവരെ കണ്ണുനീര് റബ്ബ് സ്വീകരിക്കപ്പെടാത്ത തരത്തിൽ മരിച്ചവരാരോ, അവരെ ഔറത്തിന്റെ ഭാഗത്ത് നിന്ന് ചീഞ്ചലം വമിക്കുന്നു. അതിൽ നിന്ന് ദുർഗന്ധം പരക്കുന്നു. അവിടെ ആരാണ് ഇണകളെ വഞ്ചിച്ചതെന്നറിയാ, അവിടെ ആരാണ് ഭാര്യമാരെ വഞ്ചിച്ചതെന്നറിയാ, അവിടെ ആരാണ് ഇണകളെ വഞ്ചിച്ചതെന്നറിയാ. പ്രിയപ്പെട്ടവര്, ഈ ദുർഗന്ധത്തിൽ നിന്ന് വിശ്വാസികളൊക്കെ റബ്ബിനോട് കാവല് തേടുമ്പോ വല്ലാത്ത മണം പരക്കുന്നു. എവിടെ നിന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സംസ്ഥാപിത ലക്ഷ്യത്തിന് വേണ്ടി രണാങ്കണങ്ങളിൽ ശരീരങ്ങളെ പരിശുദ്ധ റബ്ബിന് വേണ്ടി ബലി നൽകിയ വീരമൃത്യു വരിച്ച ധീര രക്തസാക്ഷികളില്ലേ, ആ ശുഹദാക്കളുടെ വെട്ടിമുറിക്കപ്പെട്ട ശരീരം അപ്പൊ വെട്ടിമുറിക്കപ്പെട്ടതുപോലെ രക്തമൊഴുക്കുന്നു. ആ രക്തത്തിൽ നിന്ന് കസ്തൂരിയുടെ മണം പരക്കുന്നു. സ്വാലിഹീങ്ങളും മോമിനീങ്ങളും ആ ശുഹദാക്കളുടെ പിന്നിൽ അണിനിരക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരൊറ്റ യാത്രയായി എവിടേക്ക്? യൗമ തുബദ്ദലുൽ അർള് ഗൈറൽ അർളി വസ്സമാവാത് വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ.